ഹലോ കൂട്ടുകാരെ, ചിൽഡ്രൻസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു കാട്ടിൽ 2 കിളികളുണ്ടായിരുന്നു. അവരാണ് ലിനിയയും ഹെൽഗയും. ഇന്ന് നമുക്ക് അവരുടെ കഥ കേട്ടാലോ? ലിനിയയും ഹെൽഗയും നല്ല കൂട്ടുകാരായിരുന്നു. ഒരു മരക്കൊമ്പിൽ തന്നെയാണ് 2 പേരുടെയും വീടുകൾ. അങ്ങനെ ഒരു ക്രിസ്മസ് കാലം കൂടി വന്നെത്തി. എല്ലാ ക്രിസ്മസ് കാലത്തും ലിനിയയ്ക്കും ഹെൽഗയ്ക്കും സാന്താ അപ്പൂപ്പൻ്റെ പ്രാവിൻ്റെ കയ്യിൽ സമ്മാനം കൊടുത്തുവിടുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ലിനിയ എന്ന കിളി ചങ്ങാതിയായ ഹെൽഗയോട് ചോദിച്ചു, ഇത്തവണ എന്തു സമ്മാനമാണാവോ അപ്പൂപ്പൻ കൊടുത്തയക്കുന്നത്? എനിക്ക് കഴിഞ്ഞ വർഷം കിട്ടിയത് ഒരു നീല തൊപ്പിയാ, അതെനിക്കിഷ്ടമായില്ല. ഇത് കേട്ട് ഹെൽഗ പറഞ്ഞു, എനിക്ക് എന്ത് കിട്ടിയാലും സന്തോഷമാ. നല്ല സമ്മാനം കിട്ടാൻ ഞാൻ ഇത്തവണ ഒരു സൂത്രം ചെയ്യാൻ പോവുകയാ, ലിനിയ ഹെൽഗയോട് പറഞ്ഞു. ഹെൽഗ ചോദിച്ചു, എന്ത് സൂത്രമാ നീ ചെയ്യാൻ പോകുന്നത്? ലിനിയ ഒരു കള്ളച്ചിരിയോടെ അത് രഹസ്യമാ എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങോട്ടോ പറന്നുപോയി. കുറച്ചു സമയത്തിന് ശേഷം ലിനിയ തൻ്റെ കൊക്കിൽ സ്വർണ്ണ നിറമുള്ള ഒരു കൊച്ചു പന്തുമായി തിരിച്ചു വന്നു. ഇത് കണ്ട് ഹെൽഗ ലിനിയയോട് ചോദിച്ചു, ഇതെവിടുന്നാ നിനക്ക് കിട്ടിയത്? ലിനിയ രഹസ്യമായി പറഞ്ഞു, ഞാനിത് സാന്താ അപ്പൂപ്പൻ്റെ സമ്മാന വണ്ടിയിൽ നിന്നും ആരും കാണാതെ എടുത്തതാ. ഇത് കേട്ട് ഹെൽഗയ്ക്ക് സങ്കടമായി. ഹെൽഗ പറഞ്ഞു, മോഷ്ടിച്ചോ നീ? അത് വേണ്ടായിരുന്നു. പക്ഷേ ലിനിയ ഹെൽഗ പറഞ്ഞതൊന്നും ശ്രദ്ധിക്കാതെ സ്വർണ്ണപ്പന്ത് തൻ്റെ കൂടിന് മുന്നിൽ തൂക്കിയിട്ടു. അങ്ങനെ ക്രിസ്മസ് ദിനം വന്നെത്തി. പക്ഷേ 2 പേർക്കും സമ്മാനങ്ങൾ എത്തിയില്ല. അവർക്ക് ആകെ സങ്കടമായി. എന്നാലും അവർ ഇരുവരും സമ്മാനത്തിനായി കാത്തിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം സമ്മാനങ്ങളുമായി പ്രാവ് അവരുടെ അടുത്തേക്ക് വന്നു. പ്രാവ് അവരോട് പറഞ്ഞു, ക്ഷമിക്കണേ, കുറച്ച് വൈകിപ്പോയി. ലിനിയയ്ക്കുള്ള സമ്മാനം അപ്പൂപ്പൻ്റെ സമ്മാന വണ്ടിയിൽ നിന്നും കാണാതായി. പകരം മറ്റൊരു പന്ത് കൊണ്ടുവരാൻ തിരികെ പോകേണ്ടി വന്നു എനിക്ക്. അതുകൊണ്ടാണ് വൈകിയത്. ഇത് കേട്ട് ലിനിയ ഞെട്ടിപ്പോയി. തനിക്കു വേണ്ടി കരുതിയിരുന്ന സമ്മാനം തന്നെയാണ് താൻ മോഷ്ടിച്ചതെന്ന് ലിനിയയ്ക്ക് മനസ്സിലായി. അവൾ കരഞ്ഞുകൊണ്ട് അപ്പൂപ്പൻ്റെ പ്രാവിനോട് മാപ്പ് ചോദിച്ചു. പ്രാവ് പറഞ്ഞു, സാരമില്ല, ചെയ്തത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടല്ലോ, അതാണ് ഏറ്റവും പ്രധാനം. ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത്. 2 പന്തും ലിനിയയ്ക്ക് തന്നെ കൊടുത്ത് പ്രാവ് മടങ്ങിപ്പോയി.